സർ, ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ മോഡൽ റീത്ത ഇതുവരെ എത്തിയിട്ടില്ല. രാവിലെ വിളിച്ചപ്പോ ഉറപ്പായും വരുമെന്ന് പറഞ്ഞതാ. ബട്ട് നമ്മൾ ഇപ്പൊ വിളിച്ചപ്പോ ആ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല. വേറെ ഓപ്ഷൻ നോക്കുന്നുണ്ട് സർ. പകരം ധന്യ മേരി ട്രൈ ചെയ്യുന്നുണ്ട്. ആ കുട്ടി ഇവിടെ അടുത്താണല്ലോ, പെട്ടെന്ന് എത്തും. ഓക്കെ, കോസ്റ്റ്യൂം ദയക്ക് കൊടുത്ത് എന്നിട്ട് പെട്ടെന്ന് ഷൂട്ടിങ്ങിന് റെഡി ചെയ്യാൻ പറ. ഓക്കെ സർ. അല്ല ഞാൻ അയ്യോ അങ്ങനൊന്നും പറഞ്ഞൂടാ. കുട്ടി വേഗം പോയി റെഡിയാവും. ഇല്ലില്ലേ ഞങ്ങളുടെ എല്ലാവരുടെയും പണി പോവും. വേഗം ചെല്ല്. പേടിക്കാനൊന്നുമില്ല, ഇതൊരു ഫോട്ടോഷൂട്ട് അല്ലേ. സാരാ, ദേ റെഡിയാക്കൂ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, വരും. ഓക്കെ ഓക്കെ, ബാക്ക് ടു വർക്ക്. ഓക്കെ. രഘു, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അതെന്താ സംഭവം? എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. രാവിലെ ഒരു ഫോട്ടോഷൂട്ടിന് റെഡിയാവും പറഞ്ഞു പവൻ സർ. എല്ലാം റെഡിയായി വന്നപ്പോ മോഡല് കാല് മാറി. അപ്പോ പവൻ സർ ദേ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഇത് ഏത് പ്രോജക്റ്റാ? ഞാൻ പറഞ്ഞില്ലേ സർ, പ്രോജക്റ്റോ ക്ലയന്റോ ഒന്നും ആർക്കും ഒരു പിടിയില്ല. എല്ലാം പവൻ സാറിന് മാത്രമേ അറിയൂ. വാവ്, ഒരു ത്രില്ലർ മൂവി പോലെ അവസാന നിമിഷം വരെ സസ്പെൻസ് ആയിരുന്നല്ലോ ഈ കളി. ഏതായാലും ആ കൊച്ചു കൊള്ള. എന്താടാ അവളുടെ പേര്? ദയ. അന്യായ പേര് തന്നെ. സ്വന്തം കമ്പനിയോട് അവൾക്ക് ഒരു ദയം തോന്നിയില്ലല്ലോ. ഏതായാലും ഫസ്റ്റ് റൗണ്ട് വിജയകരമായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഈ പോക്ക് പോയാൽ നവീൻ നീ നോക്കിക്കോ, അവള് ചേച്ചിയേക്കാൾ മിടിക്കാവും. നീ എന്തറിഞ്ഞിട്ടാണ് ഏഞ്ചൽ? താൻ വിചാരിക്കുന്ന കണക്ക് ക്ഷമയെ പോലെ സ്മാർട്ട് അല്ല ദയ. ഒറ്റ വാക്കി പറഞ്ഞ ഒരു പൊട്ടി പെണ്ണ്. അത് മാത്രമല്ല, അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതിന് പിന്നിൽ ഇങ്ങനൊരു ഗൂഢാലോചന ഉണ്ടെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ല. കമ്പനിക്കെതിരായിട്ടാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും തയ്യാറാവില്ലായിരുന്നു. എന്തുകൊണ്ട് തയ്യാറാവില്ല അവൾ? കഷ്ടിച്ച് 4 അക്ക ശമ്പളം വാങ്ങുന്ന ഒരു പ്രാരാബ്ധക്കാരി പെണ്ണിന്റെ മടിയിലേക്ക് കണ്ണും പൂട്ടി നമ്മൾ 10 ലക്ഷം രൂപ തിരികെ കൊടുത്തത് നമ്മൾ പറയുന്നത് എന്തും അക്ഷരം പ്രതി അനുസരിക്കാൻ വേണ്ടിയാ. അത് നീ അവളെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കണം. പക്ഷെ ഏഞ്ചൽ, ദയെ വെച്ച് തന്റെ പ്ലാനിങ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിന് മാത്രമുള്ള കഴിവോ കാര്യപ്രാപ്തിയോ ഒന്നും അവൾക്കില്ല. ഇനി ആ കുട്ടിയെ മുന്നിൽ നിർത്തി ഒരു റിസ്ക് എടുക്കാൻ ഞാനില്ല. നവീൻ സാറിന് അവളോട് ഒരു സോഫ്റ്റ് കോർണർ മണക്കുന്നുണ്ടല്ലോ. എന്താ മോനെ, ആ പെങ്കൊച്ചു നിന്റെ ചങ്കിലെങ്ങാനും കൊളുത്തി പിടിച്ചോ? നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. ചുമ്മാ ചൂടാവില്ല ചെക്ക. ഞാൻ വെറുതെ ഒന്ന് ചോടിപ്പിക്കാൻ പറഞ്ഞല്ലേ. ആ അത് പോട്ടെ, ഡ്രീംസ് ഓൺ ഫ്രെയിംസിന് ഒരു വമ്പൻ കോള് വന്നു എന്ന് കേട്ടല്ലോ. എന്താ സംഭവം? കോളോ? എന്ത് കോള്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാൻ അറിഞ്ഞു. ആ വമ്പൻ തിമിംഗലത്തെ വലയിലാക്കാനുള്ള ശ്രമവും തുടങ്ങി കഴിഞ്ഞു നിന്റെ ചെയർമാൻ. നീ ഒന്ന് തെളിച്ച് പറയിച്ചാൽ ഈ കടങ്കഥയുടെ ഭാഷ എനിക്ക് മനസ്സിലാവില്ല. ജെയ്സൺ ആൻഡ് കൂപ്പർ എന്ന കമ്പനിയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അതൊരു മാർക്കറ്റിംഗ് ഏജൻസി അല്ലേ? അങ്ങനെ ലാഘവത്തോടെ പറയാവുന്ന വെറുമൊരു മാർക്കറ്റിംഗ് ഏജൻസി അല്ല മോനെ. ഏഷ്യയിലും അമേരിക്കയിലും യൂറോപ്പിലും അടക്കം ലോകത്തെ എല്ലായിടത്തും വേരുകളുള്ള
ഒരു ഗ്ലോബൽ കോർപ്പറേറ്റ് അത്. അവരുടെ ഇന്ത്യൻ എഡിഷന് JNC പ്രൊമോട്ടേഴ്സ്. കേരളത്തിലെ ലീഡിംഗ് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഏജൻസീസുമായി അവർ ബിസിനസ് ഡീലിന് ശ്രമിക്കുന്നുണ്ട്. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനീസിൽ നിന്റെ ചേട്ടായുടെ ഡ്രീംസ് ആൻഡ് ഫ്രെയിംസും പിന്നെ നമ്മുടെ ഏഞ്ചൽ മെറിയ അസോസിയേറ്റ്സും ഉണ്ട്. ഏഞ്ചൽ, താൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? മോനെ നവീൻ സാറേ, ഡ്രീംസിൽ മാത്രമല്ല ലോകത്തിന്റെ പല കോണുകളിലും ഏഞ്ചലിന് വേണ്ടി ചാരപ്പണി നടക്കുന്നുണ്ട്. നിന്റെ ചേട്ടൻ എങ്ങനെയും ആ ഡീൽ സ്വന്തമാക്കാനുള്ള വാശിയില്ല. ഓ, അപ്പൊ ഇന്ന് നടന്ന ഫോട്ടോഷൂട്ടൊക്കെ അതിന്റെ ഭാഗമായിട്ടാണല്ലേ? പക്ഷെ അതേക്കുറിച്ച് ചേട്ടായി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയില്ലല്ലോ. ആ ഡീലിനെ പറ്റി നീ അറിഞ്ഞാൽ സ്വാഭാവികമായും നീ അതിൽ ഇൻവോൾവ് ആകും. അപ്പൊ അതിന്റെ ക്രെഡിറ്റും ഷെയർ ചെയ്യേണ്ടി വരില്ലേ? അത് പാടില്ല. എല്ലാം പവൻ മാധവന്റെ വൺ മാൻ ഷോ ആണെന്ന് വരുത്തി തീർക്കണം. എന്നാലല്ലേ അശോക് മാധവ് സുഖവാസം കഴിഞ്ഞ് വരുമ്പോ അയാൾക്ക് അച്ഛന്റെ മുന്നിൽ വിജയ് ശ്രീലാളിതനായി നിൽക്കാൻ പറ്റൂ. താനൊരു സംഭവമാണെന്ന് പറയുന്നതിനേക്കാൾ പവൻ ആവശ്യം നീ ഒരു കഴിവുകെട്ടവനാണെന്ന് വരുത്തി തീർക്കാന്നുള്ളതാ. അതിനുവേണ്ടിയാ തുടക്കം മുതലേ അയാൾ നിന്നിൽ നിന്ന് എല്ലാം മറച്ചു വെക്കുന്നത്. അങ്ങനെ ഒരു മണ്ടം കളിക്ക് നിന്നു കൊടുക്കണോന്ന് നീ ആലോചിക്ക്. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? കളിക്കണം. പവൻ മാധവനേക്കാൾ ബുദ്ധി ഉപയോഗിച്ച് കളം നിറഞ്ഞു കളിക്കണം. ഒരു കാരണവശാലും ആ കമ്പനിയുടെ ഡീൽ ഡ്രീംസിന് കിട്ടരുത്. പകരം ആ ഡീൽ സൈൻ ചെയ്യേണ്ടത് നീ കൂടി പാർട്ട്ണറായ AM അസോസിയേറ്റ്സ് ആയിരിക്കണം. അതെങ്ങനെ? വഴി ഞാൻ പറഞ്ഞുതരാം. കൂടെ നിന്നിട്ട് ഒഴിവാക്കുന്ന നിന്റെ ചേട്ടായിക്ക് അതേ നാണയത്തിൽ ഒരു മറുപടി കൊടുക്കണം. കൂടെ നിന്നിട്ട് ഒറ്റണം. പക്ഷേ ഏഞ്ചൽ, അത് കമ്പനിയിലെ ഒറ്റുകാരിയെ പുറത്താക്കിയ സന്തോഷത്തിലിരിക്കുന്ന നിന്റെ ചേട്ടായിക്ക് ഓർക്കാപ്പുറത്തൊരു അടി കിട്ടിയ എങ്ങനെയുണ്ടാവും? പുതിയ ഡീലിന് വേണ്ടി നിന്റെ ചേട്ടായി തയ്യാറാക്കുന്ന സ്റ്റോറി നമ്മൾ ചോർത്തുന്നു. എന്നിട്ട് അത് മറ്റൊരു രൂപത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ അധ്വാനം നിന്റെ ചേട്ടന് വിട്ടുകൊടുത്തിട്ട് കൂലി നമ്മൾ വാങ്ങുന്നു. സോ സിമ്പിൾ. പക്ഷേ ഏഞ്ചൽ, അതൊന്നും നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. സിമ്പിൾ ഗെയിമിനോട് എനിക്ക് താല്പര്യമില്ല. അത്യാവശ്യം റിസ്ക് ഉള്ള കളിക്കാ ഏഞ്ചലിന് താല്പര്യം. അതുകൊണ്ടല്ലേ എന്റെ ശത്രുവിന്റെ മോനാണെങ്കിലും നിന്നെ വിടാതെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്ന. ധൈര്യമായിട്ട് പൊയ്ക്കോ ഡിയ. ഒരു കാര്യം മാത്രം എപ്പോഴും ഓർക്കണം. ഈ ഡീലിന് വേണ്ടി നിന്റെ ചേട്ടൻ നടത്തുന്ന ഓരോ മൂവും അപ്പൊ തന്നെ നിന്റെ ടേബിളിൽ എത്തിയിരിക്കണം. ബാക്കിയൊക്കെ ഞാൻ നോക്കാം. ഞാൻ വിളിക്കാം. ബൈ. സോ വൺ തിങ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ യു. നമ്മൾ ഇതുവരെ ചെയ്ത പാറ്റേണും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തായിരിക്കില്ല നമ്മൾ ഈ പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു സ്ട്രാറ്റജി തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡിംഗ് ക്രിയേറ്റീവ് സെഷൻ ആൻഡ് പ്ലാനിംഗ് സെഷൻ. സർ, എക്സ്ക്യൂസ് മീ, ഒരു സംശയം. യെസ്, ഷൂട്ട് ഇറ്റ്. സർ, ഇത്രയൊക്കെ മുൻകരുതലോടെ തയ്യാറായി ഇരിക്കാൻ പറഞ്ഞിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന ഡീൽ ആർക്ക് വേണ്ടിയാണെന്ന് സർ പറഞ്ഞില്ല. സോറി. ദയ, പ്ലീസ് കം ഇൻ. നമ്മുടെ ഈ ടീമിൽ ദയയെ കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അപ്പോ എന്തായിരുന്നു നവമിയുടെ ചോദ്യം? ഓ യെസ്, ഈ ഡീൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. ഐ എം സോറി ഫോർ ദ ടൈം ബീങ്. എനിക്കതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാവില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, നമ്മുടെ മുന്നിൽ ഈ സുവർണാവസരം വെച്ച് നീട്ടുന്നത് ഒരു ഗ്ലോബൽ കോർപ്പറേറ്റ് ആണ്. സോ അവർ നമുക്ക് തന്നിരിക്കുന്ന ഈ ടെസ്റ്റ് ഡീൽ നമുക്ക് വിജയിക്കാനായാൽ അഡ്വർടൈസിംഗ് രംഗത്ത് നമ്മളെ ചലഞ്ച് ചെയ്യാൻ പിന്നെ ആരും ഉണ്ടാവില്ല. ഡ്രീംസ് ഓൺ ഫ്രെയിംസ് ലോകത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന ഒരു സ്ഥാപനമായി മാറും. ആൻഡ് ഓഫ് കോഴ്സ് ആ നേട്ടം മാനേജ്മെന്റിനൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യും.
സോ ഫ്രണ്ട്സ്, ഡോണ്ട് മിസ് ദ ചാൻസ്. ഇത് പാഴാക്കിയാൽ ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല. നവമി, തന്റെ ടീമിനോട് റെഡി ആയിരിക്കാൻ പറയൂ. ടെസ്റ്റ് ഡീലിനുള്ള സ്റ്റോറി ഉടനെ ഫൈനലൈസ് ചെയ്യേണ്ടി വരും. ടീം റെഡിയാണ് സർ. ഈ ടെസ്റ്റ് ഡീൽ ആർക്ക് വേണ്ടിയാണ് സർ? ഐ മീൻ, പ്രോഡക്റ്റിനെ പറ്റി അറിഞ്ഞാ ഒന്ന് പ്രിപ്പയർഡ് ആവാമല്ലോ. ദാറ്റ്സ് ഗുഡ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സ്റ്റാർട്ടപ്പാണിത്. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ തന്നെ നല്ല റീച്ച് ഉള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഡക്റ്റ്. ഓ, ലേണിംഗ് ആപ്പ് അല്ലേ സർ? യെസ്. പക്ഷേ ഇപ്പൊ വന്നു പോകുന്ന രീതിയിലുള്ള ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ, അറ്റ് ദ സെയിം ടൈം വളരെ അട്രാക്റ്റീവായ ഒരു ആഡ്. ഐഡിയ ആൻഡ് സ്റ്റോറി നമുക്ക് തിരഞ്ഞെടുക്കാം, ബട്ട് ഇറ്റ് ഷുഡ് ബി ചാലഞ്ചിങ്. ഓ, അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ സർ. നോ സാറ, അത്ര ഈസിയായി നമ്മൾ ഇതിനെ കാണരുത്. കാരണം ഇതൊരു വെറും ഡീലല്ല, ഒരു ടെസ്റ്റ് കോമ്പറ്റീഷനാണ്. നമ്മളോടൊപ്പം മത്സരിക്കുന്നത് അത്ര നിസ്സാരക്കാരല്ല. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. ഈ ഡീലിന്റെ ഫൈനൽ എഗ്രിമെന്റ് ആവും വരെ ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഒരു ഡീറ്റെയിൽസും ഒരാളോടും ഷെയർ ചെയ്യരുത്. ഇറ്റ്സ് മൈ ഓർഡർ. ഓക്കെ? ഓക്കെ സർ. സാറാ, ലഞ്ച് ബ്രേക്കിന് ശേഷം നമ്മൾ ഇരിക്കണം തന്റെ ടീമിനോടൊപ്പം. ഓക്കെ, അപ്പൊ ലഞ്ച് കഴിഞ്ഞ് കാണാം. ശരി സർ. Excuse me, sir. പ്ലീസ് കം. ഇരിക്കൂ. എന്താ സർ വിളിച്ചത്? സാറയുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാൻ ഞാനൊരു ഫയൽ കൊടുത്തു വിട്ടിരുന്നു. അതെന്തായി? കഴിഞ്ഞ പ്രൊഡക്ഷന്റെ പെൻഡിങ് ക്യാഷിന്റെ ഫയലിന്റെ കാര്യമാണ് സാർ ചോദിച്ചത്. ആ, അത് വെരിഫൈ ചെയ്ത് ഞാൻ അപ്പൊ തന്നെ സാറാ മാഡത്തിനെ ഏൽപ്പിച്ചിരുന്നല്ലോ. സാർ കണ്ടില്ലേ? സർ, ഇതാ ഫയല്. ഓ, ഇത് ഇവിടെ ഉണ്ടായിരുന്നോ? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാ ഞാൻ പോയിക്കോട്ടെ സർ. ഓ, ഓക്കെ. ദയാ, ആ. 1 സെക്കൻഡ്. കോൺഫറൻസ് ഹാളിൽ എന്തായിരുന്നു ഒരു മീറ്റിംഗ്? അത് ക്രിയേറ്റീവ് ടീമുമായി എന്തോ ഒരു ഡിസ്കഷൻ. ആ, അതെനിക്ക് മനസ്സിലായി. ആ ടീമിൽ ദയ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അവിടെ ഡിസ്കസ് ചെയ്ത മാറ്റർ എന്തായിരിക്കുമെന്ന് തനിക്ക് അറിയായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായിരുന്നു ടോപ്പിക്? അത് പുതിയ പ്രോജക്റ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ ആയിരുന്നു സർ. പുതിയ ഏത് പ്രോജക്റ്റ്? കം ഓൺ ദയ, എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ആൻസർ വേണം. സോറി സർ, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കൂടുതൽ വേണ്ട, എങ്കിലും അറിഞ്ഞിടത്തോളം പറയാലോ. എന്താ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സർ, സാറിനതൊക്കെ പവൻ സാറിനോട് നേരിട്ട് ചോദിക്കാമല്ലോ. അത് ഞാൻ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചോളാം. ഇപ്പൊ എന്റെ ചോദ്യം തന്നോടാ. കമോൺ, ആൻസർ മീ. ഏത് പ്രോജക്റ്റിനെ പറ്റിയായിരുന്നു ഇന്നത്തെ ഡിസ്കഷൻ? ഡിസ്കഷൻ എന്തിനെ കുറിച്ചാണെന്ന് മറ്റാരും അറിയാൻ പാടില്ലെന്ന് പവൻ സാറിന്റെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലേ? സാരമില്ല, ദേ ഇത് എന്നോട് പറഞ്ഞൊന്ന് ഒരിക്കലും പവൻ മാധവ് അറിയാൻ പോകുന്നില്ല. സോ ദയ്ക്ക് ധൈര്യമായിട്ട് എന്നോട് പറയാം. ദേ നോക്ക്, ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന എനിക്കിഷ്ടമല്ല. ദയാ, ചേട്ടായുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്നും അത് നടന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നും ഞാൻ ദയോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ. ചേട്ടായുടെ നീക്കങ്ങൾ തടയാൻ ദയ എന്നെ സഹായിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നതാ. അതിന് പ്രതിഫലമായിട്ട് വലിയൊരു തുക എന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. അതൊക്കെ ഇത്ര വേഗം മറന്നുപോയതാ.
സർ, ഒന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷേ ദയ പേടിക്കണ്ട. എന്നോട് പറയുന്നുണ്ട് ദയക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഞാനല്ലേ ഉറപ്പ് തരുന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാം. ഉം. ഏതോ ഒരു വലിയ മാർക്കറ്റിംഗ് ഏജൻസിയുടെ കുറെയേറെ പ്രോജക്റ്റുകൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാ പവൻ സർ. ആ കോൺട്രാക്ട് നമ്മുടെ കമ്പനിക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം അവര് തരുന്ന ഒരു പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കണം. അതിലവരെ സാറ്റിസ്ഫൈഡ് ആയാൽ മുഴുവൻ പ്രോജക്റ്റുകളും നമുക്ക് കിട്ടും. അപ്പൊ ഏത് പ്രോജക്റ്റാ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്? അത് ഏതോ ഒരു എഡ്യൂക്കേഷണൽ പ്രോജക്റ്റാ സർ. അതിന് പറ്റുന്ന സ്റ്റോറി ലൈൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ആരെ അതിന് ചുമതലപ്പെടുത്തിയേ? എല്ലാവരോടും അവരവർക്ക് ഇഷ്ടമുള്ള സ്റ്റോറി ആലോചിക്കാൻ പറഞ്ഞു പവൻ സാർ. ഇത്രയൊക്കെ എനിക്കറിയൂ സർ. ഞാൻ പറഞ്ഞത് സത്യ. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും അറിയില്ല. ബിലീവ് മീ സർ. ദയവയ്ക്കുള്ളൂ. മോളെന്താ ഈ വഴിക്ക്? എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയാണോ? ഓ, എവിടെ പോവാൻ? വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോ വെറുതെ ഇറങ്ങിയതാ അച്ഛാ. അവിടെ ഇരുന്നിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്നു. അമ്മ എന്ത് പറയുന്നു? അമ്മ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ വേണ്ടില്ലായിരുന്നു. ഇതിപ്പോ എന്നെ കാണുമ്പോ ഉടനെ പൈപ്പ് തുറന്ന് വായിൽ വെള്ളം നിറച്ച് ഒരു ഇരിപ്പല്ലേ. ആ ഷോ കൂടി കാണുമ്പോ എനിക്ക് എന്റെ കൺട്രോൾ പോവും. എന്തെങ്കിലും പറഞ്ഞ് പിന്നെയും വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നതാ. പോട്ടെ മോളെ, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ. വാശിയാണെങ്കിൽ അങ്ങേയറ്റത്തെ വാശിയാണ് എന്റെ അമ്മയ്ക്ക്. എന്നുവെച്ച് ഇത്രയ്ക്ക് ഇങ്ങോട്ട് മസിൽ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മ ചെയ്ത തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണോ നമ്മൾ ചെയ്ത കുറ്റം? അതിന് ചെയ്തത് ഇപ്പോഴും അമ്മയ്ക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ലല്ലോ. അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ചെയ്തതിൽ ന്യായമുണ്ട് താനും. ആ, ഏതായാലും നീ വന്നത് നന്നായി. മോള് കുറച്ചു നേരം ഇവിടെ ഇരിക്കേ. എനിക്കൊന്ന് പുറത്തു പോണം. അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ഞാൻ എന്തിനാ ഇവിടെ തനിച്ചിരിക്കുന്ന? അച്ഛൻ ഷോപ്പ് പൂട്ടിയിട്ട് പോയിക്കോ. ആ. ഇവിടെ വെറുതെ ഇരുന്നിട്ട് വേറെ കാര്യമൊന്നും ഇല്ലല്ലോ. അത് പറ്റില്ല മോളെ. ഒരു പാർട്ടി നമ്മുടെ സ്റ്റോക്ക് കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മുടക്കിയ വിലയെങ്കിലും ഒത്തു വന്നാല് ഒക്കെ കൊടുത്ത് സ്ഥലം ഒഴിവാവല്ലോ. ഹോൾസെയിൽ ഡീലർ കാശ് വെച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വരുന്നവരെ സ്റ്റോക്ക് കണ്ടിട്ട് പോട്ടെ. വിലയുടെ കാര്യം ഞാൻ പിന്നെ സംസാരിച്ചോളാം. അവര് വരുമ്പോ കട പൂട്ടിക്കിടക്കുന്നത് ശരിയല്ലല്ലോ. അച്ഛൻ പോയിട്ട് പെട്ടെന്ന് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ? ശരി. ഹലോ. ആ സഞ്ജു, നീ എന്താ ഈ സമയത്ത്? അതെന്താ പെട്ടെന്നൊരു വിസിറ്റ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ സഞ്ജു? ആ ശരി ശരി, ഞാൻ വീട്ടിലുണ്ടാവും. ആ ഓക്കെ ഓക്കെ. ആ ശരി ശരി, ഞാൻ കേട്ടു. ആ ഓക്കെ ഓക്കെ. അവരെന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഹലോ. എന്താ മോളെ, പാർട്ടി വന്നോ? ഇല്ല ചാ, ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിലേക്കൊന്ന് പോവാ. എന്താ, എന്ത് പറ്റി മോളെ? അതെ, സഞ്ജു ഇപ്പൊ വിളിച്ചിരുന്നു. അവന്റെ അങ്കിളും ആന്റിയും ടൗണിലുണ്ട്. അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. ഓ, അത് ശരി. എന്നാ മോള് വേഗം വീട്ടിൽ പോയിക്കോ. അവര് വരുമ്പോ നീ അവിടെ ഉണ്ടാവണം. ഞാൻ മാത്രം പോരല്ലോ അച്ഛാ. ഇനി വരുമ്പോ അമ്മ എങ്ങനെയാ അവരോട് റിയാക്ട് ചെയ്യാൻ പോകുന്നേന്ന് ഓർത്ത് ടെൻഷനായിട്ട് വയ്യ. അച്ഛൻ ഒന്ന് വേഗം അങ്ങോട്ട് വാ. ഞാൻ ഉടനെ വരാം മോളെ. നീ വേഗം വീട്ടിലേക്ക് ചെല്ലേ. ഓക്കെ ശരി. ഏതായാലും കണിയാപുരം വരെ വരണം. എന്നാ പിന്നെ ഇവിടെ വരെ വന്ന് നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എത്ര നാളെ നിന്നെ ഒന്ന് കണ്ടിട്ട്. നിന്നെ ആണെങ്കി ആ വഴിക്കോട്ട് കാണാറുമില്ല. വരണോന്നൊക്കെ ഉണ്ട് മാലിനി, പക്ഷെ സമയം കിട്ടണ്ടേ. ഓ, 100 കൂട്ടം കാര്യങ്ങളല്ലേ എനിക്കിവിടെ. പക്ഷേ എല്ലാത്തിനും ജോലിക്കാരുണ്ട്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാ കൈയിട്ട് വരുന്ന കൂട്ടങ്ങളാ എല്ലാം. അല്ല, തമ്പിച്ചേട്ടൻ എന്താ ഒന്നും കഴിക്കാത്തത്? ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളാ എല്ലാം. എന്താ, ഇഷ്ടമായില്ലേ? ഏയ്, ഇഷ്ടമാകാഞ്ഞിട്ടല്ല കേട്ടോ. മധുരം കൈകൊണ്ട് തൊട്ടുപോകരുതെന്നാ ഇവളുടെ ഓർഡർ.
ഞാൻ ഓർഡർ ഇടുന്നാണോ കുറ്റം? ഇങ്ങേരുടെ ഷുഗറും ഇപ്പോഴത്തെ ഗ്യാസിന്റെ വില ഒരുപോലെയാ. ഡെയിലി 20-30 വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. എന്നാ മധുരമുള്ളതുമെല്ലാം കണ്ടാലോ വിടുകയും ഇല്ല. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. വായ്ക്ക് രുചിയായിട്ട് വല്ലതും തിന്നാൻ പറ്റിയില്ലേ? പിന്നെ ഈ ചത്ത തടി പോലെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അല്ല, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്റെ മോന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? ഓ, അവന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്താ അതൊന്നും ചെറുക്കന്റെ തലേ കേറത്തില്ലല്ലോ. അല്ല, അപ്പൊ അന്ന് പറഞ്ഞ കൊച്ചിന്റെ കാര്യം അതേതാണ്ട് ഉറച്ച പോലല്ലേ? നമ്മുടെ സഞ്ചു കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അനിയത്തി കൊച്ചിനെ ഇവളുടെ മോനെ ആലോചിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഊവ്. ആ, ഹ, അപ്പൊ ഇനി കൂട്ടുകാരെന്നുള്ളത് മാറി നമ്മൾ ബന്ധുക്കളാവാൻ പോവാണല്ലോ. നന്നായി നന്നായി.